വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഡിസ്റ്റൻസ് ലേണിംഗ് മുഖേന ഡിഗ്രി PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇവിടെ ഡിസ്റ്റൻസ് കോഴ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ 2026 ഡിഗ്രി PG മറ്റു പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇവിടെ ഓൺലൈൻ പ്രോഗ്രാമുണ്ട്, ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി PG കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുക എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ ആണ് നിങ്ങൾ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ടോ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കാവുന്നതാണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതേഴ്സ് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളൊക്കെ, അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളൊക്കെയാണ് അതേഴ്സിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ആ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിലൊക്കെ അതെടുക്കാം. ഡോക്ടറേറ്റ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് PG UG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളൊക്കെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത്, നമ്മൾ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PGക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇതിൽ നോക്കാം. നമുക്ക് വേണ്ട പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ടാവും. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ബാച്ചലർ ഓഫ് സയൻസ്, ഓണേഴ്സ്, അങ്ങനെ കുറേ പ്രോഗ്രാമുകളുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്ലൈ ഫോർ ODL എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് ലേണിംഗിൽ പ്രോഗ്രാമിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ലേണിംഗിലെ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ അതിന് അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ആ വെബ്സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആ വെബ്സൈറ്റിൽ ലിങ്കിലാണ് നമ്മൾ അപ്ലിക്കേഷൻ നൽകേണ്ടത്. അപ്പോൾ ഇവിടെ അപ്ലിക്കേഷന് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 15 അപ്പാർ ID വേണം എന്ന് പറഞ്ഞാൽ ABCID നിർബന്ധമാണ്. ഓക്കെ, എലിജിബിൾ സ്റ്റുഡൻസ് ക്യാൻ അപ്ലൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് ഓഫ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഈ താഴെയുള്ള പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാ, അതിന് വെബ്സൈറ്റ് പരിശോധിക്കാൻ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ അവരാവശ്യപ്പെടുന്ന, അക്ഷയയിൽ പോയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ്, നമ്മളെ പേര്, ABCID, അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ റീജിയണൽ സെൻറ്റർ സെലക്ട് ചെയ്യണം. കേരളത്തിൽ കൊച്ചി, വടകര റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, കൂടെ തിരുവനന്തപുരവും റീജിയണൽ സെൻറ്റേഴ്സാണ്. ഓരോ റീജിയണൽ സെൻറ്റേഴ്സിനും കീഴിൽ കുറേ സെൻറ്ററുകൾ ഉണ്ടാവും. അത് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെയുള്ള കുറേ കോളേജുകളിലായിരിക്കും സെൻറ്റർ ഉണ്ടാവുക. ഓക്കെ, കോഴിക്കോട് ജില്ലയിൽ JDT ഇഗ്നോൻ്റെ സെൻറ്ററാണ്. PSMO കോളേജ്, നിലമ്പൂർ അമൽ കോളേജ്, ഇങ്ങനെ പല കോളേജുകളുണ്ടാവും. ഒരു പരിധിക്ക് കീഴിലുള്ള ഓരോ റീജിയണിനും കീഴിൽ കുറേ സെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാം, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് ക്ലാസ്സുകളൊക്കെ ഈ സെൻറ്ററുകളിൽ നിന്നാണ് ലഭിക്കുക. ഓക്കെ, ഓരോ സെൻറ്ററിനും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ അതിലുണ്ടാവും. നേരാൽ ഞാനൊരു സെൻറ്ററിലാണ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സെൻറ്ററിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ ഇല്ലാത്ത കോഴ്സ് നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വേറെ സെൻറ്ററിലായിരിക്കും ഉണ്ടാവുക. ആ സെൻറ്ററിലാണ് പോയി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയ സെൻറ്ററിലാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനി അപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് വേണ്ട രേഖകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, നമ്മളെ SSLC ബുക്ക് നിർബന്ധമാണ്, SSLC സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ലിസ്റ്റ് നിർബന്ധമാണ്. ഇനി PGക്കാണെങ്കിൽ ഡിഗ്രിയുടെ കൺസോളേറ്റ് മാർക്ക് ലിസ്റ്റും പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. അതുപോലെ തന്നെ
പിന്നെ നമ്മുടെ സിഗ്നേച്ചർ, നമ്മുടെ ഫോട്ടോ, ഈ കാര്യങ്ങളൊക്കെ ഇതിന് നിർബന്ധമായിട്ട് വരുന്ന ഒന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാറ്റഗറി SC ST OBC അങ്ങനെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആയിട്ടാണ് ഇതിന്റെ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഫീ പേയ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ കോഴ്സിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഏതാണോ കോഴ്സ് സെലക്ട് ചെയ്തത് ആ കോഴ്സിന് എന്ത് ചെയ്യാം, ആ കോഴ്സിന് ഫീസ് അവിടെ കാണിക്കും. ആ ഫീസ് നമ്മൾ പേ ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഫീസ് അടക്കേണ്ടത് എന്ന് അതിൽ കാണിക്കും. അതെന്ത് ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, ആ ഇതെവിടെ കാണും, ഓരോ കോഴ്സ് എടുത്താൽ ഇവിടെ അതിന്റെ ഫീ സ്ട്രക്ചർ പെർ ഇയർ പ്ലസ് രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഡെവലപ്മെന്റ് ഫീസ് അപ്ലിക്കബിൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഏത് കോഴ്സാണോ സെലക്ട്, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ്, ആ കോഴ്സ് സെലക്ട് ചെയ്താൽ ഓരോ വർഷത്തെ ഫീസ് അതിൽ കാണും. ആ ഫീ അവിടെ പേ ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ഫീ പേ ചെയ്ത് നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. എന്നിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞാൽ ഇതിന്റെ സെന്ററുകൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് കൈമാറും. ഓരോ സെന്ററിൽ അപ്ലൈ ചെയ്ത ആളുകളുടെ ലിസ്റ്റ് കൈമാറും. ഈ ലിസ്റ്റിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ആ സെന്ററുകൾ നിങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവിടുത്തെ ഓറിയന്റേഷൻ, അവിടുത്തെ ക്ലാസിന്റെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി വരും. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ID യും നിങ്ങളത് തന്നെ ആകണം എന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് കുറേയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെന്ററിലോ ഇന്റർനെറ്റ് കഫേയിലോ പോയി നിങ്ങൾ ഏറ്റവും വേഗത്തിൽ അപ്ലിക്കേഷൻ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും. അതിനാൽ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.